Let's discuss some other important questions of the lesson The Serang of Ranaganji by Dr. A.J. Cronin. ഈ ലെസൺ ബേസ് ചെയ്ത് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈ ലെസൺ ദ സെറാങ് ഓഫ് റാണഗഞ്ചിയുടെ ഒരു എക്സ്പ്ലനേഷൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു സമ്മറി ആയിട്ട് ഞാൻ നൽകിയിരുന്നു. സെക്കൻഡ് വൺ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ, മിസ് ജോബ് സ്മിത്ത്, ഡോക്ടർ A.J. Cronin and Captain Hampel. In this video, I am going to give you 2 more questions. A sample official letter and a speech. Public examന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുമുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ്. ഇറ്റ് മേ ബി എ ഫ്രണ്ട്ലി ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, ലെറ്റർ ടു ദ എഡിറ്റർ, ലെറ്റർ ഓഫ് എൻക്വയറി or an email. The second activity in your text is a letter. Look at the question. You know that A.J. Cronin, the physician of the ship, is extremely impressed by the service of Hassan. റാണഗഞ്ചി എന്ന ആ ഷിപ്പിലെ ഫിസിഷ്യൻ ഡോക്ടറായ ഡോക്ടർ A.J. ക്രോണിന് സെറാങ് ആയ ഹസനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷനാണ്, മതിപ്പാണ്. Imagine that after the voyage, Cronin writes a letter to the director of the company which owns the ship Ranaganji, detailing the selfless service Hassan rendered during the voyage. ആ കപ്പൽ യാത്രയിൽ ഹസൻ ചെയ്ത ത്യാഗനിർഭരമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് ഡോക്ടർ A.J. ക്രോണിൻ ആ കപ്പൽ റാണഗഞ്ചിയുടെ ഡയറക്ടർക്ക് ഒരു ലെറ്റർ എഴുതുന്നുവെന്ന് വിചാരിക്കുക. He also requests the director to reward Hassan with a promotion in turn for his service. അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവത്തിന് പ്രതിഫലമായി ഹസൻ ഒരു പ്രൊമോഷൻ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഡ്രാഫ്റ്റ് ദ ലെറ്റർ വിച്ച് ക്രോണിൻ വുഡ് റൈറ്റ്. എന്തായിരിക്കും ഡോക്ടർ A.J. ക്രോണിൻ ആ കത്തിൽ എഴുതിയത്? ആ ലെറ്റർ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യൂ, ആ ലെറ്റർ ഒന്ന് എഴുതൂ. ഈ ക്വസ്റ്റ്യൻ ഇതൊരു ഡയറക്ടർക്ക് എഴുതുന്നൊരു ലെറ്ററാണ്. സോ ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത് ഫ്രണ്ട്ലി ലെറ്ററാണോ, ഒഫീഷ്യൽ ലെറ്ററാണോ, ലെറ്റർ ടു ദ എഡിറ്ററാണോ, അതോ ഇമെയിലാണോ. ഇതൊരു കമ്പനിയുടെ ഡയറക്ടർക്ക് എഴുതുന്ന ലെറ്ററാണ്. സോ ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. യു ഹാവ് ടു ഫോളോ ദ ഫോമാറ്റ് ഓഫ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് അറിയാമോ? ലിസൺ. ഫസ്റ്റ് നമ്മൾ ഫ്രം അഡ്രസ്സ് എഴുതണം. ആരാണ് ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് ഫ്രം അഡ്രസ്സ്. ദെൻ ടു അഡ്രസ്സ്. ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് ടു അഡ്രസ്സ്. ദെൻ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാഡം. പിന്നെ സബ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സബ്ജക്റ്റ്, ഈ ലെറ്ററിൻ്റെ ഏത് വിഷയമാണ്, ഏതിനെ കുറിച്ചാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അതാണ് ആ സബ്ജക്റ്റിൻ്റെ ആ ഒരു സ്പേസിൽ എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ലെറ്റർ എഴുതുന്നത് ഡോക്ടർ A.J. ക്രോണിനാണ്. അതുകൊണ്ട് അഡ്രസ് ഡോക്ടർ A.J. ക്രോണിൻ, ഫിസിഷ്യൻ, റാണഗഞ്ചി. ഫ്രം എന്നെഴുതിയതിന് ശേഷം കോമയോ ഫുൾ സ്റ്റോപ്പോ ഇടാറില്ല. ഫ്രം എന്നെഴുതിയതിന് ശേഷം കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം അഡ്രസ്സ് എഴുതുക. 2. ദ മാനേജിംഗ് ഡയറക്ടർ, ഷിപ്പിംഗ് കമ്പനി, ലിവർപൂൾ. നെക്സ്റ്റ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ. സബ്ജക്റ്റ് റെക്കമെൻഡിങ് പ്രൊമോഷൻ ടു ഹസൻ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെറ്റർ എഴുതും. ലെറ്റർ എപ്പോഴും വളരെ ഷോർട്ടായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ ലെറ്റർ ഒരു 3 പാരഗ്രാഫ്സ് ആയിട്ട്, ഷോർട്ട് 3 പാരഗ്രാഫ്സ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് കാര്യമെന്ന് വളരെ ഷോർട്ടായി പറയുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ആ കാര്യങ്ങളുടെ കുറച്ചുകൂടെ വിശദീകരിക്കുക. ദെൻ തേർഡ് പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുക. I, the physician of the ship Ranaganji, write this letter to bring your attention to a special request in connection with the events that took place during the voyage from Liverpool to Calcutta. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. I, the physician of the ship Ranaganji, write this letter. കണ്ടോ, അവിടെ I എന്നുള്ളൊരു കോമ കഴിഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്ന കാര്യം ആ 2 കോമയ്ക്ക് ഇടയിലുള്ള കാര്യങ്ങൾ മാറ്റി ബാക്കി സെൻറ്റൻസ് നമ്മൾ അതിനെ യോജിപ്പിക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റായിരിക്കും. I, the physician of the ship Ranaganji, write this letter to bring your attention to a special request. ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെടാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. In connection with the events that took
place during the voyage from Liverpool to Calcutta. ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്കുള്ള ആ ഒരു കപ്പൽ യാത്രയ്ക്ക് ഇടയിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. I have no words to express the selfless service rendered by Hassan at the unexpected outbreak of smallpox on the deck. അൺഎക്സ്പെക്റ്റഡായി അപ്രതീക്ഷിതമായി കപ്പലിൽ സ്മോൾ പോക്സ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിൽ ചെയ്ത ഹസൻ്റെ ത്യാഗനിർഭരമായ മനോഭാവത്തെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. റിയലി ഇറ്റ് വാസ് എ ക്രൈസിസ് ഫോർ us. ശരിക്കും അത് നമുക്ക് തരണം ചെയ്യേണ്ട ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. In that critical moments, Hassan was ready to sacrifice his life for the sick. ആ ക്രിട്ടിക്കൽ സമയങ്ങളിലെല്ലാം ഹസൻ ഞങ്ങളെ സഹായിക്കാൻ വളരെ തയ്യാറായിരുന്നു, പ്രത്യേകിച്ചും സിക്കായവർ. Unmistakably sincere, truthful, dedicated and completely detached from the hope of reward. ഹസൻ്റെ ഈ ക്വാളിറ്റീസ് എല്ലാം ക്യാരക്ടർ സ്കെച്ചിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇമ്പോർട്ടൻ്റായ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോന്നായി അപ്ലോഡ് ചെയ്യുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഉടൻ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇവിടെ ഹസൻ്റെ ക്വാളിറ്റീസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അൺമിസ്റ്റേക്കബിളി സിൻസിയർ, ഒരിക്കലും തെറ്റുപറ്റാത്ത ആത്മാർത്ഥത, ട്രൂത്ത്ഫുൾ, ഡെഡിക്കേറ്റഡ്, അർപ്പണ മനോഭാവം, ആൻഡ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഹോപ്പ് ഓഫ് റിവാർഡ്, പ്രതിഫലം ഇച്ഛിക്കാത്ത, താല്പര്യപ്പെടാത്ത ആ മനോഭാവം. എബവ് ഓൾ, the secular Zerang carried the patients with a running source in his arms. ഇതിനെല്ലാം ഉപരിയായ മറ്റൊരു കാഴ്ച, ആ വ്രണങ്ങൾ നിറഞ്ഞ പേഷ്യൻസിനെ സെറാങ് തൻ്റെ കയ്യിലെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഷൻ. സോ I hereby recommend you to reward him with a promotion to the post of a chief petty officer in Ranaganchi in return for his selfless service. So, I hereby recommend you. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു ടു റിവാർഡ് ഹിം വിത്ത് എ പ്രൊമോഷൻ. അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ പ്രതിഫലമായി നൽകണം. ടു ദ പോസ്റ്റ് ഓഫ് എ ചീഫ് പെറ്റി ഓഫീസർ ഇൻ റാണഗഞ്ചി. ഈ റാണഗഞ്ചി എന്ന ഷിപ്പിലെ ഒരു കുറച്ചുകൂടെ ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ. ഇൻ റിട്ടേൺ ഫോർ ഹിസ് സെൽഫ്ലെസ് സർവീസ്, അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവമുള്ള സേവനങ്ങൾക്ക് പ്രതിഫലമായി. ഒഫീഷ്യൽ ലെറ്ററിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു ഫ്രേസാണ് താങ്കിങ് യു. താങ്ക് യു എന്ന് പറയുന്നതിന് പകരം ഓൾഡ് ഇംഗ്ലീഷിൻ്റെ രൂപത്തിൽ നമ്മൾ എഴുതുന്നതാണ് താങ്കിങ് യു. അതൊരു പാരഗ്രാഫ് പോലെ ലാസ്റ്റ് എഴുതുക. നെക്സ്റ്റ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ദെൻ റൈറ്റ് ദ നെയിം. ഇവിടെ ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് എഴുതുക. ഇവിടെ എഴുതുന്നത് ഡോക്ടർ എ ജെ ക്രോണിനാണ്. അതുകൊണ്ട് നമുക്കവിടെ ഡോക്ടർ എ ജെ ക്രോണിൻ എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡ് പ്ലേസ്, ഡേറ്റ്. പ്ലേസ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് പ്ലേസ് എഴുതാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് എഴുതുമ്പോൾ ഏത് ഡേറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ എക്സാം എഴുതുന്ന ഡേറ്റ് എഴുതിയാലും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ എഴുതുക. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് മനസ്സിലായല്ലോ. ഇനി ഏത് ഒഫീഷ്യൽ ലെറ്റർ വന്നാലും നിങ്ങൾക്ക് വളരെ ഈസിയായി എഴുതാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ലെറ്ററിന് പകരം ഇമെയിൽ എഴുതാനായും ചോദിക്കാം. എന്നാൽ നിങ്ങൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പീച്ച് റിലേറ്റഡ് വിത്ത് ദിസ് ലെസൺ. That is activity 3 in your text. Look at the question. The director of the company receives the letter from A.J. Cronin. ഈ ഷിപ്പിംഗ് കമ്പനിക്ക് ഡോക്ടർ എ ജെ ക്രോണിൻ്റെ ലെറ്റർ കിട്ടുന്നു എന്ന് വിചാരിക്കുക. He is pleased with the service rendered by Hassan throughout the voyage. ആ യാത്രക്കിടയിൽ മുഴുവനും ഹസൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ പ്ലീസ്ഡായി, ഹാപ്പിയായി. They arrange a special get-together of all the officials and crew of the ship. അവരൊരു get-together പ്ലാൻ ചെയ്യുന്നു. In that get-together, the managing director of the company announces that the company appreciates the service of Hassan and promotes him as the chief petty officer of the ship. ആ മീറ്റിങ്ങിൽ, get-togetherൽ ആ കമ്പനി ഓഫീസർ അനൗൺസ് ചെയ്യുകയാണ്, ഹസന് ഒരു പ്രൊമോഷൻ നൽകുകയാണ് ചീഫ് പെറ്റി ഓഫീസറായിട്ട്. The director invites Hassan to speak a few words on this occasion. ഹസന് പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം
ഒരു റിപ്ലൈ സ്പീച്ച്, ഒരു മറുപടി പ്രസംഗത്തിനായി ഹസനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് സാധാരണ ഒരു ഡൗട്ട് ഉണ്ടാകാം, ഡയറക്ടറാണോ ഡിറക്ടറാണോ കറക്റ്റ് അല്ലേ? ബോത്ത് ആർ കറക്റ്റ്. രണ്ടും കറക്റ്റാണ്. ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, മറ്റൊന്ന് അമേരിക്കൻ ഇംഗ്ലീഷ്. ഇമാജിൻ ദാറ്റ് യു ആർ ഹസൻ. വാട്ട് വുഡ് ബി യുവർ റിയാക്ഷൻ ആൻഡ് ഫീലിംഗ് അറ്റ് ദിസ് മൊമെൻറ്റ്? ഡ്രാഫ്റ്റ് എ സ്പീച്ച് ദാറ്റ് യു വിൽ ഡെലിവർ ഓൺ ദ ഒക്കേഷൻ. നിങ്ങൾ ഹസനായി ഇമാജിൻ ചെയ്യുക. ആ സ്ഥാനത്ത് ഹസൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആ റിപ്ലൈ സ്പീച്ചിൽ മറുപടി പറയുന്നത്? അങ്ങനെ ഒരു സ്പീച്ച് ഡ്രാഫ്റ്റ് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഹസന് പ്രൊമോഷൻ നൽകി ഹസൻ ആ പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം ഒരു റിപ്ലൈ നടത്തുന്ന ഒരു സ്പീച്ചാണ്. ഈ ക്വസ്റ്റ്യനേക്കാളും കുറച്ചുകൂടെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എ സ്പീച്ച് ബൈ ഡോക്ടർ എ.ജെ. ക്രോണിൻ ഓൺ ദിസ് ഒക്കേഷൻ. ഈ അവസരത്തിൽ ഹസന് ആശംസകൾ അർപ്പിച്ച് ഫെലിസിറ്റേഷൻ നടത്തി ഡോക്ടർ എ.ജെ. ക്രോണിൻ നടത്തുന്ന പ്രസംഗം. ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ ഒരു അവസരത്തിൽ ഡോക്ടർ എ.ജെ. ക്രോണിന് ഹസനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാൻ കാണും. നിങ്ങൾക്കും ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ശരിക്കും അറിയാമെങ്കിൽ ഹസൻ്റെ ഓരോ ക്വാളിറ്റീസ് പറഞ്ഞ് ഈ ക്വസ്റ്റ്യന് നല്ലവണ്ണം ആൻസർ എഴുതാൻ സാധിക്കും. അപ്പോൾ ഓരോ ലെസൺ ബേസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചാലും മറ്റു തരത്തിൽ ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. കാരണം അതിലെ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ മാറ്റി എഴുതാൻ സാധിക്കും. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതാനുള്ള ഫോമാറ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. Now look at this answer. Distinguished officers, respected captain and my dear fellow workers. ഇതൊരു സ്പീച്ചാണ്. അതുകൊണ്ട് നമ്മൾ സ്പീച്ചിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യും. സാല്യൂട്ടേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് മാറ്റി ഡോക്ടർ എ.ജെ. ക്രോണിൻ ഈ അവസരത്തിൽ ഹസനെ ഒന്ന് പ്രശംസിച്ച് അല്ലെങ്കിൽ ഫെലിസിറ്റേഷൻ, ആശംസകൾ അർപ്പിച്ച് പറയുന്ന ഒരു പ്രസംഗമാണെങ്കിൽ പോലും ഈ ആൻസർ കുറച്ചൊക്കെ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാൻ സാധിക്കും. എ വെരി വാം ഗുഡ് മോർണിംഗ് ടു യു. I don't know how to share my feelings. It's a great moment of honor for me. ഇത്രയും മനസ്സിലായല്ലോ? ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. I don't know how to share my feelings. It's a great moment of honor for me. ഇത് എന്നെ ആദരിക്കുന്ന ഒരു വലിയ നിമിഷമായി ഞാൻ കരുതുന്നു. Moreover, the Honorable Director has just announced that I am promoted as the Chief Petty Officer of the ship. Moreover, അതുകൂടാതെ എന്നെ ഒരു ചീഫ് പെറ്റി ഓഫീസറായിട്ട് അനൗൺസ് ചെയ്തു. I am really excited to hear this and I humbly accept the company's decision. ഞാനിത് കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി. എന്നാലും ഞാൻ ഈ കമ്പനിയുടെ ഡിസിഷൻ വളരെ വിനയത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നു. ദ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ദ ഫിസിഷ്യൻ ഓഫ് ദ ഷിപ്പ് ഡോക്ടർ എ.ജെ. ക്രോണിൻ. എൻ്റെ ഈ എല്ലാ ക്രെഡിറ്റും ഞാൻ ആ ഷിപ്പിലെ ഫിസിഷ്യനായ ഡോക്ടറായ ഡോക്ടർ എ.ജെ. ക്രോണിന് നൽകുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. സ്പീച്ച് എഴുതുമ്പോൾ ചെറിയ ചെറിയ പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ആദ്യം ഒരു സാല്യൂട്ടേഷൻ, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, ചെറിയ പാരഗ്രാഫ്, പിന്നെ സ്പീച്ച് എല്ലാം കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ്സ് ആയിട്ട് എഴുതുക. ലാസ്റ്റ് കൺക്ലൂഷൻ. I never expected any reward for my service. എൻ്റെ സേവനങ്ങൾക്ക് ഞാൻ ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ല. I think it's my duty to serve those who want my help. എൻ്റെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയായി ഞാൻ കരുതുന്നു. Now I sadly remember the 2 deck hands who could not survive. ഞാൻ എത്ര സഹായിച്ചിട്ടും സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ കഴിയാത്ത ആ 2 ഡെക്ക് ഹാൻഡ്സിനെ, ഷിപ്പിലെ ഡെക്കിലുണ്ടായിരുന്ന ആ 2 പേഷ്യൻസിനെ ഞാൻ ഈ സമയം വളരെ വിഷമത്തോടെ ഓർമ്മിക്കുന്നു. I take this opportunity to request the authorities to set up a sick room in the ship. ഷിപ്പിലെ ഒരു സിക്ക് റൂമിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിൻ്റെ അധികാരികളോട്, അതോറിറ്റീസിനോട് ഞാൻ ഈ സമയം ഒന്ന് ആവശ്യപ്പെടുന്നു. I presume that everyone knows the life of Indian workers in this ship. I presume means I think. ഞാൻ വിചാരിക്കുന്നു ഒരു ഷിപ്പിലെ ഇന്ത്യൻ വർക്കേഴ്സിൻ്റെ ലൈഫ്, അവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. I request you to give them a rise in their salary. അവരുടെ സാലറിയിൽ ഒരു റൈസ്, ഒരല്പം വർധനവ് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. I would like to say that this news has been a big surprise for me. ഈ ന്യൂസ് എനിക്കൊരു അതിശയം തന്നെയാണ്. I am very happy and proud of my service.
I promise you I shall keep working for the company's success. ഈ കമ്പനിയുടെ വിജയത്തിനു വേണ്ടി ഇനിയും ഞാൻ വർക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. I express my gratitude to each and every one of you, especially the physician Dr. A.J. Cronin. Thank you very much. ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എല്ലാവരോടും അറിയിക്കുന്നു, പ്രത്യേകിച്ച് ഡോക്ടർ A.J. ക്രോണിനോട്. സ്പീച്ച് ആയതുകൊണ്ട് ലാസ്റ്റ് താങ്ക് യു ഓർ താങ്ക് യു വെരി മച്ച്. ഈ ഒരു ലെറ്റർ, സ്പീച്ച്, ഈ 2 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക. പലപ്പോഴും പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ നിന്നും എന്താണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് അതിനെ വളരെ ബ്രീഫായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം. See you soon. Bye bye.